ദി നമ്പർ ഓഫ്, എ നമ്പർ ഓഫ് എന്നീ പ്രയോഗങ്ങൾ PSC പരീക്ഷകൾക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് നോക്കാം. നമ്പർ ഓഫ് എന്ന പ്രയോഗം രണ്ട് രീതിയിൽ PSC പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. എ നമ്പർ ഓഫ് എന്നും ദ നമ്പർ ഓഫ് എന്നും. എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും എപ്പോഴും പ്ലൂറൽ നൗൺ വേണം ഉപയോഗിക്കാൻ. എ നമ്പർ ഓഫിന് ശേഷവും ദ നമ്പർ ഓഫിന് ശേഷവും എപ്പോഴും പ്ലൂറൽ നൗൺ, ബഹുവചന നാമം വേണം ഉപയോഗിക്കാൻ. എ നമ്പർ ഓഫിന് ശേഷം എപ്പോഴും പ്ലൂറൽ വെർബും ദ നമ്പർ ഓഫിന് ശേഷം എപ്പോഴും സിംഗുലർ വെർബും ഉപയോഗിക്കണം. എ നമ്പർ ഓഫിന് ശേഷം ബഹുവചന നാമം, പ്ലൂറൽ നൗൺ, പ്ലൂറൽ വെർബ്. ദ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ എന്നാൽ സിംഗുലർ വെർബ്. പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഒരു സെന്റൻസ് കറക്ഷൻ നോക്കാം. ദി നമ്പർ ഓഫ് ഗെസ്റ്റ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ആർ 500. നോ ഇറർ. ദി നമ്പർ ഓഫ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദ നമ്പർ ഓഫിന് ശേഷം എപ്പോഴും പ്ലൂറൽ നൗൺ. ഇവിടെ ഗസ് എന്ന് പറയുന്ന പ്ലൂറൽ ഫോം വന്നിട്ടുണ്ട്, അപ്പൊ ഇത് ശരിയാണ്. അതിനുശേഷം ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ആർ 500. ഇവിടെ ആർ എന്ന വെർബാണ് വന്നിരിക്കുന്നത്. ദ നമ്പർ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ വന്നു, ഇത് ശരിയാണ്. എന്നാൽ അതിനുശേഷം സിംഗുലർ വെർബ് വേണം വരാനായിട്ട്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്നത് ആർ എന്ന പ്ലൂറൽ ഫോം ആണ്. അപ്പൊ ഇവിടെ ഇത് തെറ്റാണ്. ഇവിടെ ഈസ് വേണം വരാനായിട്ട്. ഈസ് 500 എന്ന് വരണം. അപ്പൊ ഇതിന്റെ ഉത്തരം, ആൻസർ സി ഓപ്ഷൻ ആണ്. ശരിയായ സെന്റൻസ് ദ നമ്പർ ഓഫ് ഗെസ്റ്റ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി ഈസ് 500 എന്നാണ്. എ നമ്പർ ഓഫ്, ദ നമ്പർ ഓഫ് എന്നീ പ്രയോഗങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.